നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കലുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് സമ്മാനങ്ങളുണ്ട് അത്ര. ഞാൻ ഇനി പറയുന്ന വസ്തുക്കൾ നിങ്ങൾ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസവും ദോഷവും ഉണ്ടാവും എന്നൊക്കെയാണ് പല ആളുകളും പറയണത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഒന്ന് കണ്ണാടി. ഒരിക്കലും ഒരു 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 ആൾക്കോ അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്കോ നമ്മൾ കണ്ണാടി സമ്മാനമായിട്ട് കൊടുക്കരുത്. കണ്ണാടി സമ്മാനമായിട്ട് കൊടുത്താൽ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മറ്റൊന്നാണ് ക്ലോക്കോ വാച്ചോ. ക്ലോക്കുകളോ വാച്ചുകളോ നമ്മളൊരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിനോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആ ബന്ധങ്ങൾക്കിടയിലെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഷൂസ് സാധാരണ നമ്മളൊക്കെ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങലാണ്. ഷൂസ് ഒരിക്കലും ഒരാൾക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുക. പിന്നെ മറ്റൊന്നാണ് ബ്ലാക്ക് ക്ലോത്ത്സ്, അതായത് കറുത്ത വസ്ത്രങ്ങൾ ഒരാൾക്കും സമ്മാനമായിട്ട് കൊടുക്കരുത്. നമുക്ക് വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കാനാണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് കൊടുക്കലായിരിക്കും നല്ലത്. ബ്ലാക്ക് ഡ്രസ്സ് ഒരിക്കലും സമ്മാനമായിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് വിശ്വാസം. പിന്നെ വളർത്തുമൃഗങ്ങളെ ഒരിക്കലും സമ്മാനമായിട്ട് കൊടുക്കരുത്. ഇപ്പോൾ പൂച്ച, അതോടൊപ്പം തന്നെ നായ, ഇതിനൊന്നും സമ്മാനമായിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ സമ്മാനമായിട്ട് കൊടുത്താൽ നമുക്ക് അതിൽ ശാപം കിട്ടും അത്ര. ആരുടെ? ഈ ജീവജാലങ്ങളുടെ, നമ്മളോട് വളരെ ഇണങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ ശാപം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ ഒരു വിശ്വാസമാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു പ്രശ്നം വരാനില്ല. നമ്മളൊരാൾക്കൊരു കണ്ണാടി കൊടുത്താൽ, കണ്ണാടി കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം, പണ്ട് ഈ കണ്ണാടി കൊടുക്കുന്ന സമയത്ത് അതവിടെ കൊണ്ടുപോയാൽ കേട് വരുമോ അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അല്ലാതെ കണ്ണാടി കൊടുത്തത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതോടൊപ്പം വാച്ചോ ക്ലോക്കോ കൊടുത്താൽ നമ്മൾ ഏറ്റവും അധികം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വാച്ചോ ക്ലോക്കാണ്. നമ്മളൊരാൾക്ക് എനിക്ക് തന്നെ 4-5 പേര് വാച്ച് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണ്, 100% ഉറപ്പല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അതോടൊപ്പം വളർത്തുമൃഗങ്ങൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും ശാപം കിട്ടാൻ പോണതല്ല. നമ്മൾ വളർത്തുമൃഗങ്ങൾ നമ്മളൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നല്ലപോലെ നോക്കുന്നൊരു വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുക, പിന്നെ അറക്കാൻ കൊടുക്കല്ലല്ലോ അത്. അപ്പോൾ അതൊന്നൊരു പ്രശ്നമുള്ളതല്ല. പിന്നെ ഷൂസ് കൊടുത്താൽ എന്ത് പ്രശ്നം? ഇത് ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃബന്ധം തകരും എന്നുള്ളത്. പിന്നെ ബ്ലാക്ക് ഡ്രസ്സ് കൊടുത്തത് കൊണ്ട് എന്ത് തകരാനാണ്? ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ഡ്രസ്സായിട്ടുള്ളത്, എനിക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് ഇഷ്ടമുള്ളത്, ഇട്ടോട്ടെ. അതൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽപ്പെട്ട അന്ധവിശ്വാസങ്ങളാണ്. ഇതിലപ്പുറം വസ്തുക്കൾ നിങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തോളൂ, ഒരു പ്രശ്നം വരാനില്ല. നിങ്ങൾ വാച്ച് സമ്മാനമായിട്ട് കൊടുത്തോളൂ, മിറർ സമ്മാനമായിട്ട് കൊടുത്തോളൂ, നിങ്ങൾ ക്ലോക്ക് സമ്മാനമായിട്ട് കൊടുത്തോളൂ, നിങ്ങൾ ഷൂസ് സമ്മാനമായിട്ട് കൊടുത്തോളൂ, വളർത്തുമൃഗങ്ങൾ കൊടുത്തോളൂ, അതോടൊപ്പം തന്നെ നിങ്ങൾ ബ്ലാക്ക് ഷർട്ട്സ് ഡ്രസ്സുകൾ കൊടുത്തോളൂ. ഇതൊന്നും നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിനെ തകർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിശ്വാസമില്ലായ്മ, പിന്നെ 2 നുണ പറയുക. അത് ഇവിടുത്തെ കുറ്റം അവിടെ പോയി പറയുക, അവിടുത്തെ കുറ്റം ഇവിടെ പോയി പറയുക. ഇതൊക്കെയാണ് സുഹൃത്ത് ബന്ധങ്ങൾ തകർക്കുക. അല്ലാതെയും സമ്മാനങ്ങൾ കൊടുത്തത് കൊണ്ടല്ല.